ശ്രീ ഗോകുൽ, ഇന്ന് UDF കൃത്യമായിട്ട് VD സതീശൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഡോക്ടർക്കൊപ്പമാണ്, അദ്ദേഹത്തെ കള്ളനാക്കുവാനുള്ള ഏതൊരു ശ്രമത്തെയും തടയുമെന്ന്. BJPയുടെ നിലപാട് പക്ഷേ അത്ര കൃത്യമായിട്ട് കണ്ടിട്ടില്ല. ഇവിടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരിഹാസ്യമായി കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് വരുന്ന ഈ സമയങ്ങളിൽ കാണാൻ വേണ്ടി കഴിയുന്നത്. ഇവിടെ ഈ പറയുന്ന ഡോക്ടർ ഹാരിസ് ചിറക്കല് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി മുന്നോട്ട് വയ്ക്കുന്ന കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ ഇടയിൽ ചർച്ചയാക്കപ്പെട്ട നമ്പർ 1 ആരോഗ്യ കേരളം എന്ന് പറയുന്ന CPM-ഉം LDF-ഉം പിണറായി സർക്കാരും മുന്നോട്ട് വയ്ക്കുന്ന പൊള്ളയായിട്ടുള്ള മുദ്രാവാക്യത്തിന് മേലുള്ള ആ വലിയ പ്രഹരം, ആ പ്രഹരമേറ്റ് ആ പ്രഹരത്തിന്റെ വേദനയിൽ ഇവർ കാട്ടിക്കൂട്ടുന്ന ചില പ്രകടനങ്ങളാണ് ഇന്നിപ്പോ ഈ പറയുന്ന ഡോക്ടർ ഹാരിസിനെ ഉൾപ്പെടെ ഒരു കള്ളനായി, ഒരു തസ്കരനായി കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ ഇടയിൽ ചിത്രീകരിക്കാനുള്ള വലിയ ഇടപെടൽ എന്ന് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. ഇവിടെ നമുക്കറിയാം, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ CPM-ന്റെ ഒരു വിഹാര കേന്ദ്രമാണ്. പ്രത്യേകിച്ച് എന്റെ ഈ പാനലിസ്റ്റ് ആയിട്ടുള്ള കോൺഗ്രസിന്റെ മുൻ കൌൺസിലർ ആയിട്ടുള്ള ആൾക്കുൾപ്പെടെ കൃത്യമായിട്ട് അറിയാം എങ്ങനെയാണ് CPM-ന്റെ നേതാക്കന്മാർ, CPM-ന്റെ ബ്രാഞ്ച് തൊട്ട് സംസ്ഥാനം വരെയുള്ള നേതാക്കന്മാർ ഈ മെഡിക്കൽ കോളേജിനെ അവരുടെ സ്ഥാപിതമായ താല്പര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതെന്ന് കൃത്യമായിട്ട് അറിയാം. അപ്പോ ഇവിടെ ഈ പറയുന്ന താക്കോലിന്റെയും മെഷീന്റെയും ഒക്കെ കാര്യം നമ്മൾ സംസാരിച്ചു, ഈ സർജിക്കൽ ഉപകരണങ്ങളുടെ. ഇവിടെ CPM-ന്റെ നേതാക്കന്മാരുടെ വീടുകളിൽ പോയി നോക്കിയാൽ അതൊക്കെ ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റുകളുടെ താക്കോലുകളും ഉപകരണങ്ങളൊക്കെ കൃത്യമായി കാണാൻ കഴിയും എന്നുള്ളതാണ് എന്റെ അനുഭവം. അപ്പോൾ ഞാൻ അതിനോട് തമാശയായിട്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഈ വിഷയവുമായി ഇതിന്റെ മെറിറ്റ് നമ്മൾ ചർച്ച ചെയ്യപ്പെടാതെ പോകരുത്. ഇവിടെ ഇവർ ഉദ്ദേശിക്കുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഉയർത്തിക്കൊണ്ടുവന്ന ഈ കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ കെടുകാര്യസ്ഥതയും ആരോഗ്യ മേഖലയിലെ ചൂഷണവും ഈ ആരോഗ്യ മേഖലയിലെ ശോഷിപ്പും ചർച്ച ചെയ്യാതെ പോകാൻ വേണ്ടി നമുക്ക് കഴിയില്ല. ഇവര് ഡോക്ടർ ഹാരിസിനെതിരെ നിരന്തരമായ ആക്രമണങ്ങൾ, നിരന്തരമായ ആരോപണങ്ങൾ, നിരന്തരമായ പ്രഹരങ്ങൾ ഏൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഹാരിസ് മുന്നോട്ട് വെച്ച കൃത്യമായ കേരള പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ട വിഷയത്തെ, ഈ കേരളത്തിന്റെ പൊതു ആരോഗ്യ മേഖലയ്ക്കകത്ത്, ഗവൺമെന്റ് ആശുപത്രികൾക്കകത്ത്, മെഡിക്കൽ കോളേജുകളിൽ, ജനറൽ ആശുപത്രികളിൽ, താലൂക്ക് ആശുപത്രികളിൽ കൃത്യമായി ഈ പറയുന്ന ശസ്ത്രക്രിയാ ഉപകരണങ്ങളില്ല, പ്രാഥമികമായിട്ടുള്ള ചികിത്സകൾക്ക് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങളില്ല, മരുന്നുകളില്ല, അതെല്ലാം എത്തിക്കാനുള്ള സാഹചര്യങ്ങളില്ല. ഇവിടെ ആ മരുന്നുകൾ പർച്ചേസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട്, ഈ പറഞ്ഞ ഉപകരണങ്ങൾ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് കോടിക്കണക്കിന് രൂപ അതിന്റെ സ്ഥാപനങ്ങൾക്ക്, പ്രൈവറ്റ് സ്ഥാപനങ്ങൾക്ക് കേരള സർക്കാർ കൊടുക്കാനുണ്ട് എന്ന് പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതിന്റെ തെളിവ് നമ്മുടെ മുമ്പിലുണ്ട്. അപ്പൊ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ ആ കാര്യങ്ങളെ ചർച്ച ചെയ്യപ്പെടാതിരിക്കാനും ആ കാര്യങ്ങൾ പൊതുസമൂഹത്തിനിടയിൽ നിവർത്തികേടുകൊണ്ട്. നിങ്ങൾ നോക്കൂ, ഡോക്ടർ ഹാരിസ് ആരാ? BJP-കാരനാ? കോൺഗ്രസ്സുകാരനാ? അയാളൊരു CPM-കാരനല്ലേ? ഡോക്ടർ ഹാരിസ് ആരുടെ അളിയനാ? തിരുവനന്തപുരത്തെ CPM-ന്റെ പ്രധാന നേതാവിന്റെ ഒരു അളിയനല്ലേ? ഡോക്ടർ ഹാരിസ് കഴിഞ്ഞ ഒരു വാർത്താ സമ്മേളനത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ കുറിച്ച് പറഞ്ഞത് എന്താ? ഗുരുനാഥനെന്നാ, ഞാനൊരു ഇടതുപക്ഷക്കാരനെന്നാ. അപ്പൊ ഇടതുപക്ഷക്കാരനായ CPM-ന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ, കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഗുരുനാഥനായി കാണുന്ന ഇടതുപക്ഷക്കാരനായിട്ടുള്ള ഇടതുപക്ഷ കുടുംബത്തിൽപ്പെട്ട ഡോക്ടർ ഹാരിസിന് നിവർത്തികേട് കൊണ്ട്, ഗതികേട് കൊണ്ട് തന്റെ ജോലി, തന്നിൽ നിക്ഷിപ്തമായിട്ടുള്ള കർത്തവ്യം യഥാസമയത്ത് യഥാക്രമം മനസ്സിന് ഉചിതമായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ കഴിയുന്നില്ല എന്ന സാഹചര്യം വന്നപ്പോ അദ്ദേഹത്തിന് അത് പുറത്തു പറയേണ്ടി വന്നു. ഈ പറയുന്ന ഹാരിസ് ഡോക്ടറെ കുറിച്ച് കേരളത്തിന്റെ ബഹുമാനിയായിട്ടുള്ള ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞ വാക്കുകൾ എന്താ? ഡോക്ടർ ഹാരിസ് എന്ന് പറയുന്നത് ഏറ്റവും ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു ഡോക്ടറാണെന്ന്, ജെനുവിൻ ആയിട്ടുള്ള, സത്യസന്ധനായിട്ടുള്ള ഡോക്ടറാണെന്നാണ് പറഞ്ഞത്. അദ്ദേഹം ഏറ്റവും ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള, കഠിനാധ്വാനിയായിട്ടുള്ള ഡോക്ടറാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ജെനുവിൻ ആയിട്ടുള്ള, ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള, ഏറ്റവും സത്യസന്ധനായിട്ടുള്ള ഡോക്ടർ എങ്ങനെയാണ് കള്ളനായി ഇവിടെ ചിത്രീകരിക്കപ്പെടുന്നത് എന്നുള്ള വൈരുദ്ധ്യം നമ്മൾ തിരിച്ചറിയണം. പൊതുസമൂഹം ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഇദ്ദേഹം നല്ലവനാണ്, മിടുക്കനാണ്, ഹാർഡ് വർക്കിംഗ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് കീഴ്മേൽ മറിയുകയാണ്. ഇപ്പോൾ വ്യഗ്രതയാണ് ഇദ്ദേഹത്തെ കള്ളനാക്കുവാൻ. എന്തിനാണ് ഈ വ്യഗ്രത? അദ്ദേഹം ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ അത്രമാത്രം പൊള്ളിക്കുന്നുണ്ടായിരുന്നു. പറഞ്ഞോളൂ. പിന്നെ 20 ലക്ഷം രൂപയുടെ ശശിധരന്റെ ഫണ്ടിൽ നിന്ന് വാങ്ങിച്ച മെഷീൻ
ആദ്യം പറഞ്ഞു തനിക്കറിയില്ല, പിന്നെ പിറ്റേ ദിവസം പറഞ്ഞു താൻ അത് ഉപകരിക്കാൻ, തനിക്ക് തന്റെ കൂടെ ഉള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത, പുള്ളി പറഞ്ഞത് പുള്ളിക്ക് ഉപയോഗിക്കാൻ പാടില്ലെന്നുള്ളൂ. ഇതെല്ലാം പിന്നെ വിഷ്വൽ എവിഡൻസ് മാറ്റിവെച്ചെന്ന് പറഞ്ഞു. ഇതുവരെ ആ വിഷയം കണ്ടുപിടിച്ചിട്ടില്ല. ആ മിഷൻ 12 ലക്ഷത്തിന്റെ ഒരു ഉപകരണമാണ് കണ്ടുപിടിച്ചത്. തലേദിവസം നോക്കുമ്പോൾ പിന്നെ ഉപയോഗിക്കാൻ അറിയാതെ മാറ്റിവെക്കാതെ പിന്നെ എന്ത് ചെയ്യും? അവിടെ ഗുരുതരാവസ്ഥയിൽ രോഗികൾ വന്നു ഈ മെഷീൻ ഉപയോഗിച്ചിട്ട്, അതുകൊണ്ടാണ് മാറ്റിവെച്ചത്. പിന്നെ ഉപയോഗിച്ച് അവരുടെ ജീവൻ നഷ്ടപ്പെടുത്തണോ? നഷ്ടപ്പെട്ടു പോകും. ഞാൻ പറഞ്ഞു ഒരാളെ ഇരുത്തിയിട്ട് ഇങ്ങനെ മിണ്ടിക്കാതിരിക്കുന്നത്. ഞാൻ ഇതെല്ലാം നിങ്ങൾ റിപ്പോർട്ട് ചെയ്ത കാര്യങ്ങളാണ് പറഞ്ഞത്, എന്റെ കയ്യിൽ നിന്നും നിങ്ങളൊക്കെ മാധ്യമങ്ങൾ കാണിച്ച കാര്യങ്ങളാണ്. തലേദിവസം പറഞ്ഞു എന്റെ ഈ സാധനം ഇല്ലെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം പറഞ്ഞു ഞാൻ അത് ഉപയോഗിക്കാൻ പറ്റാത്തത് മാറ്റി വെച്ചെന്ന് പറഞ്ഞു. ഈ മാറ്റിവെച്ച ഈ ഉപകരണം എവിടെ? സ്റ്റിൽ നൗ അത് കണ്ടുപിടിച്ചിട്ടില്ല. ഈ സാധനം തന്നെ അവിടെ ഉള്ളത്. താങ്കൾ ഇതെന്താണ് മനസ്സിലാക്കാത്തത്? മന്ത്രി മോഷണം പോയി എന്ന് പറഞ്ഞ സാധനം തന്നെയാണ് അവിടെ ഉള്ളത്. അതാണ് അവിടെ കണ്ടെത്തിയിട്ടുള്ളത്. മിസ്റ്റർ യു ജസ്റ്റ് നിങ്ങളൊന്നും മിണ്ടാതിരിക്കൂ പ്ലീസ്. ഞാൻ പിന്നെ താങ്കൾ ഈ പറയുന്നത് ഞാനൊക്കെ മെഡിക്കൽ കോളേജ് 24 മണിക്കൂർ ഉള്ള ആളാണ്. അങ്ങ് അവിടുത്തെ ഓരോ കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് താങ്കൾ പറയുന്ന കാര്യം കേട്ടുകൊണ്ട് അങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല. കാണാനില്ല എന്നല്ലെങ്കിൽ മോഷ്ടിച്ചു എന്ന് മന്ത്രി പറഞ്ഞത് അവിടെ ഉണ്ട് എന്ന് പിറ്റേ ദിവസം അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം എന്നിട്ട് അത് ഉപയോഗിക്കാൻ പറ്റാത്തത്, അതിൽ വൈദഗ്ധ്യം നൽകിയിട്ടില്ല. ഒരുപാട് ഉപകരണം ഇത് മാത്രമല്ല, വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ, അല്ല ഞാൻ പറയുന്ന ഒന്ന് കേൾക്കൂ, വിവിധ ഉപകരണങ്ങൾ ഡിപ്പാർട്ട്മെന്റ് വിവിധ ഉപകരണങ്ങൾ ബാംഗ്ലൂരോ ഡൽഹിയിലോ പോയി, അല്ല പറയുന്നത് താങ്കൾക്ക് അറിഞ്ഞൂടാത്ത ഒരു കാര്യം പറയുമ്പോൾ ഞങ്ങൾ കേട്ടോണ്ടിരിക്കണമെന്ന് എന്ത് ന്യായമാണ്? ഒരു കാര്യം രജി, ശ്രീകുമാറിന് ഇക്കാര്യം മുഴുവൻ അറിയാം. കാരണം ശ്രീകുമാർ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണ്, മുൻ വാർഡ് കൗൺസിലറാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഈ ലോക്കൽ കാര്യങ്ങൾ താങ്കളെക്കാൾ നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് താങ്കൾക്ക് അറിയാൻ പാടില്ലാത്ത കുറെ കാര്യങ്ങൾ താങ്കൾ ഞാനുമായിട്ട് വിവിധ ചർച്ചകളിൽ അപ്പോഴെല്ലാം താങ്കൾ ഈ മെഡിക്കൽ കോളേജ് വിഷയത്തിൽ മാത്രമേ ഞാൻ വരാറുള്ളൂ. താങ്കൾക്ക് ലോകത്തിലെ മുഴുവൻ കാര്യങ്ങളും അറിയാം. പക്ഷേ മെഡിക്കൽ കോളേജിലെ ഒരു ചുക്കും ചുണ്ണാമ്പും അറിഞ്ഞുകൂടാതെ വല്ലവനും പറയുന്നത് കേട്ടുകൊണ്ടാണ് താങ്കൾ ഇവിടെ വന്ന് പ്രസംഗിക്കുന്നത്. ഇത് തെറ്റാണ്. ഡോക്ടർ ഒന്നും അല്ല അദ്ദേഹം, പക്ഷേ കാര്യങ്ങൾ അറിയാവുന്നതാണ്. ഞാൻ 10-30 വർഷമായി മെഡിക്കൽ കോളേജ് രാവും പകലും അവിടെ പ്രവർത്തിക്കുന്ന ആളാണ്. പാവപ്പെട്ടവനെ സഹായിക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരാളാണ്. അവിടുത്തെ സിസ്റ്റത്തിന് വിഷയം ഉണ്ടെങ്കിൽ ആ സിസ്റ്റത്തിന് വിഷയം ചൂണ്ടിക്കാണിക്കുന്ന ഒരാളാണ്. ഇവിടെ സിസ്റ്റം ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ആ മന്ത്രി ഇന്ന് വരെ ആ സിസ്റ്റത്തിന്റെ തകരാറ് എവിടെയാണ് കണ്ടെത്തിയിട്ട് പരിഹരിക്കാനല്ല ശ്രമിക്കുന്നത്. ആ മന്ത്രി പരിഹരിക്കാൻ ചെയ്യുന്നത് ഹാരിസിനെ കള്ളനാക്കിക്കൊണ്ട് ഈ കുത്തഴിഞ്ഞ ഡിപ്പാർട്ട്മെന്റിന് അവിടെ കഴിവ് കേട്ട എത്ര ഉദ്യോഗസ്ഥരെയാണ് തലപ്പത്ത് കൊണ്ടുവച്ചിരിക്കുന്നത്. ആ നല്ല കൊള്ളാമെന്നുള്ള ഒരു ഡോക്ടറും അവിടുത്തെ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കഴിയില്ല എന്ന് എഴുതി കൊടുത്തിരിക്കുകയാണ്. ഈ സാഹചര്യം താങ്കൾ മനസ്സിലാക്കാതെ അതാണ് അവിടെ കണ്ടെത്തിയിട്ട് പറഞ്ഞു ശശി തരൂർ എംപിയുടെ ഫണ്ടിൽ നിന്ന് വാങ്ങിയ സാധനമാണ്, അത് ഉപയോഗിക്കാൻ കഴിയില്ല എന്ന് പിറ്റേന്ന് പറഞ്ഞു. അതൊക്കെ ഇന്ന് വരെ മനസ്സിലാക്കിയിട്ടില്ല. ഇതൊരു ചർച്ചയല്ലേ, ഡെമോക്രസി ഇല്ലേ ഇതിനകത്ത്? താങ്കൾ എന്തിനാണ് വെക്കുന്നത്? അല്ല താങ്കൾ പറയുന്ന എല്ലാ വിട്ടത്തിനോ കേട്ടോണ്ടിരിക്കാൻ പറ്റുമോ? അങ്ങനെ മിഷൻ കണ്ടെത്തിയില്ല. താങ്കളുടെ കയ്യിൽ ഫോൺ ഉണ്ടല്ലോ, ആ ഫോൺ എടുത്ത് ആ സൂപ്രണ്ടിനെയോ പ്രിൻസിപ്പാളിനെയോ ഒന്ന് വിളിക്കുക, അല്ലെങ്കിൽ മന്ത്രി ഓഫീസിൽ വിളിക്കും. ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ ഈ ചർച്ചയ്ക്ക് വരുന്നതിന് മുമ്പ് വിവിധ ചാനലുകൾ എന്നെ ചർച്ചയ്ക്ക് വിളിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചത് CPM-ന്റെ പ്രതിനിധി ഏതെങ്കിലും ചർച്ച വരുന്നുണ്ടോ ചോദിച്ചു. അപ്പൊ അവർ പറഞ്ഞെന്തറിയാം, ഈ മന്ത്രിയെ വന്നിരുന്ന് പുകഴ്ത്താനും ന്യായീകരിക്കാനും ഞങ്ങൾ തയ്യാറല്ല എന്ന് CPM-ന്റെ പ്രധാന നേതാക്കളോട് മീഡിയ പ്രവർത്തകരോട് പറഞ്ഞു. ഞാൻ ഒരു കാര്യം പറയാം, ആരെ കൂടി ഈ റെജി ലൂക്കോസ് അല്ലാതെ ഈ മന്ത്രിയെയും ഈ ഗവൺമെന്റിനെയും ന്യായീകരിക്കാൻ വരുന്നില്ല. സത്യത്തിൽ നിങ്ങൾക്ക് ദിവസക്കൂലിയാണോ മാസക്കൂലിയാണോ നിങ്ങൾ പറയേണ്ടത്? അല്ല അങ്ങനെയൊന്നും പറയല്ലേ രജി, അങ്ങനെയല്ല രജി, അങ്ങനെ ആ രീതിയിൽ രജിയോട് പറയണ്ട. മൈൻഡ് യുവർ വേർഡ്സ്. ചാനൽ വരുന്നതുകൊണ്ട് അസംബന്ധം പറയുന്നോ? അല്ല ഇത്രയും ന്യായീകരിക്കുന്ന ഒരു മനുഷ്യനെ കേരളത്തില് പൊതുസമൂഹം കണ്ടിട്ടില്ല. തെറ്റിനെ തെറ്റെന്ന് പറയുന്നതിന് പകരം സകല കാര്യത്തിൽ ന്യായീകരിക്കണം. കുറ്റക്കാരനെന്നാണ് താങ്കൾ ഇതുവരെ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി രജി, താങ്കൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ഡോക്ടർ ഹാരിസ് ഈ സിസ്റ്റത്തിന്റെ കുഴപ്പത്തെ കുറിച്ച് വിളിച്ചു പറഞ്ഞ, ഗതികെട്ട് വിളിച്ചു പറഞ്ഞ ഇടത് സഹയാത്രികൻ, CPM സഹയാത്രികനായ ഡോക്ടർ ഹാരിസ് കുറ്റക്കാരനാണ് മെഡിക്കൽ കോളേജിലെ ഉപകരണം കാണാതായതിൽ. ഇതാണോ താങ്കൾ പറയുന്നത്? താങ്കൾ എന്നോടുള്ള ചോദ്യം ചോദിക്കുന്നില്ല. എന്താ അർത്ഥം? താങ്കൾ സംസാരിക്കാൻ വയ്ക്കുന്നില്ല. താങ്കൾ കൂടെ കൂടിയിരിക്കുന്ന വെട്ടുക്കിളികൾ സംസാരിക്കാൻ വയ്ക്കുന്നില്ല. താങ്കൾ പിന്നെ എന്തിനാണ് ഇവിടെ പിടിച്ചിരുത്തിയിരിക്കുന്നത്? എന്താ വെച്ചാൽ താങ്കൾ പറയുന്നതിനേക്കാൾ അതിന്റെ ഒരു വസ്തുത അറിയാവുന്ന ആളുകളാണ്. അതുകൊണ്ടാണ് ശ്രീകുമാർക്ക്. ശരി താങ്കൾ പറഞ്ഞോളൂ. ഗവൺമെന്റ് ഈ വിദ്വാനെതിരെ അന്വേഷണം നടത്തണം.
ഈ ചാനലിൽ പാനലിൽ ഇത് തന്നെയാണ് ബഹുമാനപ്പെട്ട ശരി പറഞ്ഞത്. റജി പറയൂ. സി പി നേതാക്കളുടെ വീട്ടിൽ പോയി താക്കോൽ കണ്ടെന്നൊക്കെ ഇയാൾ പറയുന്നത്. അപ്പൊ ഇയാളുടെ തൊഴിലെന്താ? എന്നിട്ട് പറയാം ഞാൻ തമാശ പറയുന്നതൊക്കെ ഇത്ര വാക്കുകളാണോ? ഇതാണ് നാം പഠിച്ചിരിക്കുന്ന മര്യാദ. പറയൂ, താങ്കൾ പറയൂ. ഇത് അല്ലല്ല, ഈ ഡോക്ടറെ കുറ്റക്കാരനാണ്. ഇതാണോ ശ്രീ റജി ലൂക്കോസ് താങ്കൾ പറയാൻ ഉദ്ദേശിക്കുന്നത്? ഞാൻ തുറന്നു ചോദിക്കുകയാണ്, ഡോക്ടർ കുറ്റക്കാരനാണോ? സമയത്ത് താങ്കൾ പോയി കയറിയത് ഈ താക്കോൽ കണ്ടത് താങ്കൾ മറുപടി പറയണം. ചുമ്മാ ചാനലിൽ നിന്ന് മൈക്കിന് ഉപയോഗിച്ചുകൊണ്ട് പറയുമ്പോഴത്തേക്കും സൂക്ഷിക്കണം. ഞങ്ങൾക്ക് മാന്യമായിട്ട് ചാനൽ ഇടപെടുന്നത്. എന്താണ് താക്കോലിന്റെ കാര്യം? എന്താണ് ആ താക്കോൽ എവിടെയായിരുന്നു എന്നാണ്? അല്ല, സർക്കാർ ഈ മനുഷ്യരെ അന്വേഷണം പ്രഖ്യാപിച്ചു. ഞാൻ മന്ത്രി വീണാകുമാറാണ്. എന്താണ് CPM പ്രവർത്തകരുടെ വീട്ടിലൊക്കെ കയറി നോക്കുമ്പോൾ അവിടെ താക്കോലിരിപ്പുണ്ടെന്ന് മെഡിക്കൽ കോളേജിന്റെ പറഞ്ഞിട്ട് പറയാം തമാശ പറയാനുള്ള വാക്കുകളാണ് ഇയാൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഏതെല്ലാം വീട്ടിൽ നമ്മൾ കയറി, ഏത് സമയത്താണ് കയറി, അസമയത്താണ് കയറി നോക്കിയത്? കേരളത്തിലെ ജനങ്ങൾക്ക് അറിയണം ആരാണ് താങ്കൾ എന്നുള്ളത് അറിയണം. എന്നിട്ടാണ് ചർച്ച മുന്നോട്ട് പോകാനായിട്ട്. തമാശക്ക് ഇങ്ങനത്തെ കാര്യങ്ങളാണ് പറയുന്നത്. ഒരു ചാനലിൽ ഉപയോഗിക്കുന്ന ഭാഷയൊക്കെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലാണ് പറയുന്നത്. ആണോ പറയേണ്ടത്? എന്നിട്ട് ഞാൻ സംസാരിക്കുന്നുണ്ട് ബെബ്ബ അടിക്കുക, ബഹളം വെക്കുക, എന്നെ കൊണ്ട് മിണ്ടിക്കാതിരിക്കുക. ഇത് എവിടുത്തെ മര്യാദ? ഇങ്ങനെയുള്ളവരൊക്കെ നിങ്ങൾ ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ എന്നെ പോലുള്ളവരൊന്നും വിളിക്കരുത്. ഇതേ കഥാപാത്രങ്ങളെ തന്നെ വെച്ച് ചർച്ചയല്ല. ഇത് ചർച്ചയല്ല. ഞാൻ ചോദിച്ച ചോദ്യത്തിലേക്ക് വരും. ഡോക്ടർ ഹാരിസ് കുറ്റക്കാരനാണ്. CPM നേതാക്കളുടെ വീട്ടിൽ കയറി ഇപ്പൊ താക്കോൽ കണ്ടെന്നൊക്കെ പറയാനായിട്ട് ഏത് CPM നേതാക്കളുടെ വീട്ടിൽ ഇയാൾ കയറിയിരിക്കുന്നത്? അസമയത്താണോ അല്ലെങ്കിൽ നല്ല സമയത്താണോ? എവിടെ കണ്ടു? അത് പറയട്ടെ. ഈ മനുഷ്യൻ ആദ്യം മറുപടി പറയട്ടെ. അതിനൊക്കെ മറുപടി ഇയാൾ പറയട്ടെ. എന്നിട്ടാണ് ചർച്ച മുന്നോട്ട് പോകാനായിട്ട്. ഞാനല്ല, ഉല്ലാസാണ് പറഞ്ഞത്. ഉല്ലാസ് അതിന് മറുപടി പറയണം. ഞാനൊരു കാര്യം പറയാം. BJP ഗോകുലാണ് അതിന് മറുപടി പറയുന്നത്. ഞാനൊരു കാര്യം പറയാം. ഗോകുൽ പറഞ്ഞ ഒരു യാഥാർത്ഥ്യമുണ്ട്. മെഡിക്കൽ കോളേജ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഏൽപ്പിക്കുന്നു, SAT ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറി ഏൽപ്പിക്കുന്നു, RCC ഏരിയ കമ്മിറ്റി സെക്രട്ടറി ഏൽപ്പിക്കുന്നു. അവിടെ കാണിക്കുന്ന അഴിമതി തെമ്മാരത്തിനുമല്ല ഇവിടുത്തെ ലോക്കൽ നേതാക്കളെ അറിഞ്ഞുകൊണ്ട് അവരുടെ നിർദ്ദേശത്തിലാണ് നടക്കുന്നത്. ഗോകുൽ പറഞ്ഞ സത്യമാണത്. തർക്കം വേണ്ട. ഞാൻ ചോദിച്ച ഇത്രേ ഉള്ളൂ. ഡോക്ടർ ഹാരിസ്, ഈ സിസ്റ്റത്തിന്റെ കുഴപ്പം പറഞ്ഞ ഡോക്ടർ ഹാരിസ് ഇപ്പോൾ കുറ്റക്കാരനായി മാറുകയാണോ അല്ലയോ? അത് മാത്രമേ ഉള്ളൂ. താങ്കളും ഉദ്ദേശിക്കുന്നത് ഡോക്ടർ ഹാരിസ് ആണ് കുഴപ്പക്കാരൻ, ഇതാണോ? അടുത്ത തവണ നിങ്ങള് UDF വേണ്ടി കുഴൽ കുത്തുക. പക്ഷെ കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കുന്നില്ല. കാരണം ഇതുപോലത്തെ ചർച്ചക്കാരെടുത്തി എങ്ങനെയാ കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കുന്നത്? ഈ സിസ്റ്റത്തെയും ഈ മെഡിക്കൽ സംവിധാനത്തെ തകർത്ത് സ്വകാര്യ വ്യക്തികൾക്ക് ഓശാന വളർന്ന് ഇയാളെ പോലുള്ളവരൊക്കെ ചർച്ചയ്ക്ക് എത്തുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കണം. വളരെ മര്യാദകൾ. ചോദ്യത്തിന് ഉത്തരം പറയൂ. അല്ല, താങ്കൾ ഉദ്ദേശിക്കുന്ന ഡോക്ടർ ഹാരിസ് കുഴപ്പക്കാരനാണ്, അതാണോ? ഏത് CPM വീട്ടിലാ പോയത്? നിയമപരമായ നടപടി ചെയ്ത്. അല്ല, അത് ഗോകുൽ പറയട്ടെ. ഗോകുൽ എന്താണ് അങ്ങനെ ഉദ്ദേശിച്ചത്? ഗോകുൽ പറയൂ. ചർച്ച മുന്നോട്ട് കൊണ്ടുപോകണം. വളരെ മോശം. ഞാൻ ഇങ്ങനെ ചർച്ച പങ്കെടുത്തിട്ടില്ല. അല്ലല്ല, ഇത് അല്ല, വിഷയത്തിൽ നിന്ന് തെറ്റുകയാണ് റജി. വിഷയം മാറ്റിക്കൊണ്ടുപോവുകയാണ്. ഗോകുൽ റജി ഒന്ന് പറയട്ടെ. റജി ഒന്ന് പറയട്ടെ. താങ്കൾക്ക് അതിന് മറുപടി കേൾക്കണമെങ്കിൽ കേൾക്കൂ, അല്ലെങ്കിൽ ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയൂ. ഒരാൾ ഏകപക്ഷീയമായിട്ട് കടന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും, ബാക്കിയുള്ളവരെല്ലാം ഇത് ചെവിയിൽ ഇയർഡ്രം അടിച്ചു പോകും. അല്ല, ആ CPM കാരുടെ വീട്ടിലെ താക്കോൽ, അതിനെ പറ്റിയാണ് ഗോകുൽ പറയുന്നത്. അദ്ദേഹം എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? മറുപടി പറഞ്ഞിട്ടേ പോവുള്ളൂ. ഇതുപോലുള്ളവർക്കാണ് നിങ്ങൾ ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ റജി അതിനുള്ള മറുപടി കേൾക്കൂ. റജി ഞാൻ മറുപടി പറയാം. ഈ ഇരിക്കുന്ന വിദ്വാന്മാർ ഇടപെടുന്നു. അപ്പൊ ഇത് ചർച്ചയല്ല. ഇതാ ഡോക്ടറെ നിങ്ങളാണ് കള്ളനാക്കുന്നത്. ഒരു